നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. കഴിഞ്ഞ എൻ്റെ മിക്കവാറും വീഡിയോകളെല്ലാം തൊട്ട് കഴിഞ്ഞ വീഡിയോകളെല്ലാം തന്നെ കഥകളിലൂടെ ചില ഗുണപാഠങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തേതും അതുപോലെ ഒരു ഗുണപാഠമാണ്. ആളുകളിലേക്ക് ഇങ്ങനെയുള്ള കഥകളിലൂടെ ചില നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ചില കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇതെങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും? സ്വയം നാം അറിവിൻ്റെ തലങ്ങളിലേക്ക് ആത്മജ്ഞാനത്തിൻ്റെ അറിവിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൻ്റെ അറിവിലേക്ക് ഊളിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മളിൽ സ്വയം ബോധം കൊണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുകയും അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേരുകയും അങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് സ്വയം നാം അറിവ് നേടിക്കഴിഞ്ഞ് മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന മാനസിക തലത്തിലുള്ള അടിപ്പടൽ, അതുപോലെ തന്നെ ദുശ്ചിന്തകൾ, ഇതൊക്കെ മാറിക്കട്ടാൻ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കണ്ടംപററി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നിസ്സാര കാര്യം പോലും അതിനെ ഊതി വീർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായി തീർന്നിരിക്കുകയാണ്. ഒരു ആക്സിഡന്റ് പറ്റി ഒരാൾ രക്തം വാർന്നു കിടക്കുമ്പോൾ തന്നെ അതിനെ ഫോട്ടോയിലെടുത്ത് അല്ലെങ്കിൽ വീഡിയോയിലെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് മാനസിക തലത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് പകരം അവന് സോഷ്യൽ മീഡിയയിൽ കൂടി കീർത്തി നേടുക, അല്ലെങ്കിൽ അവനെ മറ്റുള്ളവരെ എങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവൻ്റെ വീഡിയോ എങ്ങനെയാണ് കാണുന്നത്, ആ തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ പ്രചാരം അതീവ ഗുരുതരമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതല്ലാത്തതും അതുപോലെ തന്നെ വളരെയധികം തെറ്റായ മാർഗങ്ങളിലൂടെ കാര്യങ്ങൾ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ, അതായത് യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു തലം, അങ്ങനെയുള്ള ഒരു ചിന്ത മുതിർന്നവരിലും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റായ കാര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റല്ലാത്ത കാര്യങ്ങളോ എന്തായാലും ശരി, അത് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് വളരെയധികം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ജനങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും. മറ്റൊരാൾ ഉയരുന്നതിന് പകരം അവൻ താഴേക്ക് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള ഒരു പഴമൊഴിയുണ്ട്. ആ പഴമൊഴി ഇങ്ങനെയാണ്: പുര കത്തുമ്പോൾ വാഴ വെട്ടുക, അല്ലെങ്കിൽ കഴുക്കോൽ ഊരിക്കൊണ്ട് പോവുക എന്നുള്ള പറയുന്നതിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് ജനങ്ങൾ കടന്നുകൂടിയിരിക്കുകയാണ്. ഇതെല്ലായിടത്തും മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിലുണ്ടാകുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അത് അവനവൻ്റെ സംസ്കാരത്തിനും കർമ്മവാസനയ്ക്കും കർമ്മബീജത്തിനും അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. അത് മറ്റൊരാൾക്ക് അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അപവാദം പരത്താനോ ഉള്ള അർഹത അവർക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ തന്നിലുള്ള കുറ്റങ്ങളെയും തെറ്റുകളെയും കണ്ടുപിടിച്ച് അത് തിരുത്തുന്നതിന് പകരം മറ്റുള്ളവരുടെ തെറ്റിനെ ആർത്ത് പിടിച്ച് ഉല്ലസിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദുശ്ചിന്ത, ഇന്നൊരു പ്രവണത എല്ലാ മനുഷ്യരിലും കുടികൊണ്ടിരിക്കുകയാണ്. ഇതിനെ എന്നുവരെ മാറ്റുന്നില്ല. സ്വയം നന്നാവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് എപ്പോഴും ഈ ദുശ്ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിന്തയെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്വയം ഒരു വ്യക്തിക്ക്, മനുഷ്യനായി ജനിച്ച ഒരു വ്യക്തിക്ക് താൻ എന്താണെന്നുള്ള അറിവ്, താൻ എങ്ങനെയാണെന്നുള്ള അറിവ്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്നുള്ള അറിവ് നേടിയെടുക്കാൻ അവനൊരിക്കലും സാധ്യമല്ല. തെറ്റിൻ്റെ കൂമ്പാരങ്ങളിലേക്കായിരിക്കും ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിറ്റിസിസം ഒരിക്കലും ഒരു വ്യക്തിക്ക് നന്മയുണ്ടാക്കുന്നില്ല. കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എന്ത് കൊടുക്കുന്നോ പ്രപഞ്ചത്തിലേക്ക് അത് തിരികെ എത്തും. അത് നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയാണെങ്കിൽ ചീത്തയുമായി തിരികെ എത്തുന്ന ഒരു സമയം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാതെയാണ്
അതായത് അല്പനേരത്തേക്ക് അല്പസുഖം കിട്ടുന്ന ഏതൊരു സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയുണ്ടോ, കാരണം അതായത് ചെവിക്ക് സുഖം കിട്ടുന്ന ഒരു വാർത്തയുണ്ടോ, അത് കേട്ട് സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ താഴോട്ട് പോകുന്ന പോക്ക് അല്ലെങ്കിൽ താഴോട്ട് എങ്ങനെയാണ് പോകുന്നത് അതിനെ ഊതി വീർപ്പിച്ച് മറ്റുള്ളവരിലേക്കും കൊടുക്കുന്ന ഒരു ചിന്താഗതി ഇന്ന് മനുഷ്യരുണ്ടായിട്ടുണ്ട്. നാളെ ആ വ്യക്തിക്ക് എന്തുണ്ടാകുന്നു എന്നുള്ളത് ആ ചിന്ത അപ്രസക്തമാണ് അവരിൽ. കാര്യം എന്ന് പറഞ്ഞാൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. അങ്ങനെയുള്ളൊരു കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ കഥയിൽ പറയിപെറ്റ പന്തീര് കുലത്തിൻ്റെ ജ്ഞാനികളായ 12 പേരിൽ ഒരാളായിരുന്നു പാക്കനാർ. പാക്കനാർ എന്ന് പറയുന്നത് എല്ലാം ബ്രാഹ്മണിൽ അല്ലെങ്കിൽ അച്ഛൻ ബ്രാഹ്മണനും അമ്മ താഴെ കുലത്തിൽ അല്ലെങ്കിൽ പറയി കുലത്തിൽ ജനിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറയിപെറ്റ പന്തീര് കുലം എന്ന് പറയുന്നത്. പക്ഷെ അവരെല്ലാം മഹാജ്ഞാനികളായിരുന്നു. അതിലൊരാളായിരുന്നു പ്രസവിച്ച ശേഷം ആ പ്രസവിച്ച സ്ത്രീ ആ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു ചെയ്യുന്നത്. അവസാനം വായില്ലാത്ത ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ മാത്രം നീ എടുത്തു വളർത്തണം എന്ന് ഒരു കഥ വരുന്നുണ്ട്. ആ കഥയിലെ ഒരു കഥയായിട്ട് കണ്ടാൽ മതി. ഇത് വായില്ലാ കുന്നിലപ്പൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം പോലും ഒരു മൂർത്തി പോലും ഇന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലുള്ള ഒരാളാണ് ഈ പാക്കനാരെന്ന് പറയുന്നത്. പാക്കനാർ മഹാജ്ഞാനിയായിരുന്നു. പാക്കനാർ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് വട്ടി, അതായത് ഈറിൽ കൊണ്ടുവരിക, അതിനെ കീറി കുട്ട ഉണ്ടാക്കുക, വട്ടി ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒറ്റാലുണ്ടാക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലായിരുന്നു അത്. അപ്പോൾ ഒരു ദിവസം പാക്കനാര് കുട്ട അതായത് നെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കൊടുത്ത് എവിടെങ്കിലും കൊണ്ട് കൊടുത്ത് വിറ്റിട്ട് വേണം അദ്ദേഹത്തിന് അന്നത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള അരി വാങ്ങിക്കാനും മറ്റു സാധനങ്ങൾ വാങ്ങിക്കാനും. അപ്പം നെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ശബ്ദം കേട്ടു, ദൂരെ നിന്നൊരു ശബ്ദം കേട്ടു. ഹരിയോം ഹരിയോം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പെങ്ങളോട് ചോദിച്ചു, എന്താണ്, ആരുടെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മകളെ ഭാര്യയെ പോലെ വെച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മണന്റെ ശബ്ദമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പാക്കനാര് പറഞ്ഞു, ഓ നീയും എന്താണോ അദ്ദേഹത്തിന്റെ പാപത്തിന്റെ ഒരു അംശം നീ ഏറ്റുപിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ ബ്രാഹ്മണൻ വന്നത് പാക്കനാരുടെ അടുക്കിലേക്ക് തന്നെയാണ്. ജ്ഞാനി ആയതുകൊണ്ട് പാക്കനാരുടെ അടുക്കിലേക്ക് തന്നെയാണ് ബ്രാഹ്മണൻ വന്നത്. അപ്പോൾ ഈ പെങ്ങള് ചോദിച്ചു, പാക്കനാരുടെ പെങ്ങള് ചോദിച്ചു, അതെന്താണ് കാരണം, ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ഇവിടെ അപവാദം എന്ന് പറയുന്ന ഒരു സംഭവം ഇത് ഊതി വീർപ്പിച്ച പോലെ നാട്ടിൽ പ്രചരിപ്പിക്കും. നല്ല കാര്യങ്ങളൊന്നും പ്രചരിപ്പിക്കാറില്ല. ഒരാള് ഒരു നല്ല തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, ആ വ്യക്തി ഉയരുന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിനെ കൊട്ടിഘോഷിക്കാനൊന്നും ആളുകൾക്ക് താല്പര്യമില്ലാത്തത് അവരിലെ അവരുടെ അഹങ്കാരവും രണ്ടാമത് അവരിലെ അസൂയയുമാണ്. മറ്റൊരാളെ ഉയർത്തിപ്പിടിക്കാനോ അല്ലെങ്കിൽ ആ ആളുടെ നല്ല കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പ്രചരിപ്പിക്കാനോ താല്പര്യപ്പെടാതിരിക്കും. അതിനു പകരം ഏതെങ്കിലും തരത്തിൽ 100 നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു തെറ്റായ ഒരു രീതിയിൽ ഒരു വാക്ക് പോലും വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ എന്തുമാത്രം അപവാദം കൊണ്ട് നിറയ്ക്കാവോ, എന്തുമാത്രം തെറ്റ് ചെയ്തു എന്നുള്ളത് ഊതി വീർപ്പിക്കാമോ അത്രയും വീർപ്പിച്ച് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാക്കനാര് പറഞ്ഞ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്രാഹ്മണൻ ഒരു സാധു ബ്രാഹ്മണനായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്ന് നല്ലതുപോലെ അദ്ദേഹത്തിന് ആളുകളെ സൽക്കരിക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ സന്യാസിമാരെയും വിളിച്ച് അദ്ദേഹം സൽക്കരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ സൽക്കാരപ്രിയനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ സൽക്കാരം കേട്ടറിഞ്ഞ് ഒരു മഹാസന്യാസി അവിടെ എത്തി. ആ മഹാസന്യാസിയെ സൽക്കരിച്ചു. വേണ്ട വിധത്തിൽ അദ്ദേഹത്തിനെ പൂജിച്ചു വിട്ടു. ആഹാരം കൊടുത്തു, ദക്ഷിണ കൊടുത്തു, എല്ലാം കൊടുത്തു. അദ്ദേഹത്തിന് വിധവയായ ഒരു മകളും കൂടി ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടി ചേർന്നാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബ്രാഹ്മണൻ പാക്കനാടുക്കിലെത്തി. പാക്കനാടെത്തിക്കഴിഞ്ഞപ്പോൾ പാക്കനാർ പറഞ്ഞു, ഇപ്പോൾ നിന്റെ പാപം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. 100 പേര് ഈ അപവാദം നിന്നെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ പാപം പൂർണ്ണമായിട്ട് നശിക്കുന്നതാണ്. 100ാമത്തേത് എൻ്റെ പെങ്ങൾ തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് അവൾക്കും കിട്ടിയിട്ടുണ്ട് അല്പം. അപ്പോൾ ആ കഥയാണ് പാക്കനാര് പറഞ്ഞത്. പാക്കനാര് പറഞ്ഞു, വിധവയായ മകളുണ്ടായിരുന്നു. അപ്പം ഇത് കേട്ടറിഞ്ഞ് പിന്നെ ഒരു സന്യാസി, മഹാവര്യനായ ഒരു സന്യാസി, മഹാസന്യാസി, വളരെ അധികം ജ്ഞാനിയായൊരു സന്യാസി വീട്ടിലെത്തുകയും അദ്ദേഹത്തിന് സൽക്കാരം വളരെയധികം ഉചിതമായ രീതിയിൽ അവർ ചെയ്യുകയും ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. കൊടുത്തു കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ്
സംഭവത്തിൻ്റെ കഥ വേറൊരു സന്യാസിയിൽ നിന്നും അദ്ദേഹം, അതുപോലെ തന്നെ ആ സന്യാസിയും ആ വീട്ടിൽ പിന്നെ സൽക്കാരം കേട്ടറിഞ്ഞ് വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇവരിൽ സന്തുഷ്ടനായി. അവസാനം വന്ന സന്യാസി അവരിൽ സന്തുഷ്ടനായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നല്ലതേ വരൂ, പക്ഷെ നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നം കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങളെ അട്ട കൊണ്ട് മൂടുന്ന ഒരു സംഭവം ഉണ്ടാവും. നരകം എന്ന് പറയുന്നത് ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ നരകത്തിനൊരു സ്ഥാനവിശേഷം ഇല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. സ്വർഗത്തിനൊരു സ്ഥാനവിശേഷമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, സ്വർഗത്തിൻ്റെ സ്ഥാനവിശേഷം. പക്ഷേ നരകത്തിനൊരു സ്ഥാനവിശേഷം ഉള്ളതായിട്ട് നമ്മുടെ ഉപനിഷത്തിലോ അല്ലെങ്കിൽ വേദങ്ങളിലോ പറയുന്നില്ല. നരകം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞതിന് ശേഷം എത്ര നാള് നമ്മളിലെ സൂക്ഷ്മ ശരീരം അലഞ്ഞു നടക്കുന്നുണ്ടോ അത്രയും നാള് നമ്മൾ നരകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഒന്ന്, ശരീരമുള്ള സമയത്ത് മറ്റാരെയും കൂടെങ്കിലും നമ്മുടെ ദുഃഖങ്ങൾ പറയാം, അതുപോലെ നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് പല പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം മരണശേഷം ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ മനസ്സ് കൂടെ ഉള്ളത് കൊണ്ട് ദുഃഖത്തിന് ഒരു കാരണവശാലും ഒരു അതിരുണ്ടാവില്ല. കാര്യം ആരോടും പറയാനും പറ്റുന്നില്ല, വിങ്ങിപ്പൊട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ശരീരം ഉണ്ടായിരുന്നു എങ്കിൽ ആരോടെങ്കിലും പറയുകയോ പ്രവൃത്തിയിലേക്ക് പോവുകയോ ചെയ്യാം. ശരീരമില്ലാത്തടത്തോളം കാലം ഈ സൂക്ഷ്മ ശരീരത്തിന് അലഞ്ഞു കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. ഇത് ഒരു മണ്ഡലത്തിലേക്കും 18 മണ്ഡലങ്ങളാണ് കടന്നു വേണം ഒരു ജീവൻ കടന്നു വേണം പൂർണ്ണ തലത്തിലേക്ക് എത്തിച്ചേരേണ്ടത്, പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. അതിന് 18 മണ്ഡലം പോയിട്ട് 2 മണ്ഡലം പോലും കടക്കാനുള്ള ശേഷിയില്ലാത്ത തലത്തിലാണ് നമ്മളിവിടെ ഓരോരുത്തരും കർമ്മം ചെയ്യുന്നത്. ഇപ്പം ഇതിന് ഒരു ഉദാഹരണമാണ് ഞാൻ ഈ അപവാദത്തിന്റെ കാര്യം പറയുന്നത്. ഇപ്പം നല്ല സുഖമാണ്, പറയാനും കേൾക്കാനും ഒക്കെ നല്ല സുഖമാണ് മറ്റുള്ളവരെ പറ്റി. കാര്യം ഇപ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ, താൻ സുഖമായിട്ടിരിക്കുന്നു, ശരീരമുണ്ട്. പക്ഷെ മരണശേഷം ഉണ്ടാകുന്ന ആ തലത്തെക്കുറിച്ച് ചിന്തിക്കാതെയാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയും ഓരോ പ്രവൃത്തിയും ചെയ്യുന്നു. നമ്മൾ ആരെക്കുറിച്ചും തെറ്റുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ യമധർമ്മനോ പോലീസുകാരോ ഒന്നുമല്ല തെറ്റ് കണ്ടുപിടിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാനും നരകത്തെ കൊണ്ടുപോയിട്ട് ചെയ്യാനും ഒക്കെ. നമ്മൾ സാധാരണ മനുഷ്യരാണ്. എല്ലാവരെയും പോലെ നമുക്കും സംസ്കാരവും അതുപോലെ തന്നെ കർമ്മവാസനയും കർമ്മബീജത്തിൻ്റെ എല്ലാം തന്നെ നമ്മളിൽ അടങ്ങിയിട്ടുണ്ട്. അത് സഞ്ചിത കർമ്മത്തിൽ ഇവിടെ വന്നതിന് ശേഷം അതിനെ കളഞ്ഞതിന് ശേഷം, അതായത് സഞ്ചിത കർമ്മത്തെ ജ്ഞാനാഗ്നിയിൽ ദഹിപ്പിച്ചതിന് ശേഷം വേണം പോവാൻ. അതിനു പകരം നമ്മൾ സഞ്ചിതം പിന്നെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഇതുപോലുള്ള അപവാദങ്ങളും മറ്റുള്ള തെറ്റുകളും ചെയ്ത് കൂട്ടിവെച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഈ കഥയിൽ കൂടി എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കഥ കഥ പറഞ്ഞ് ഞാൻ പകുതിയായി അതിൻ്റെ ബാക്കി പറയാം. അപ്പം അദ്ദേഹം അവസാനം വന്ന് സന്യാസി പറഞ്ഞത്, ഭക്ഷണം കൊടുത്ത ആളിൻ്റെ അവരറിയാതെ മേൽപ്പരയിൽ നിന്ന് ഒരു അട്ട ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ വീഴുകയും ആ ഭക്ഷണം അറിയാതെ ആ സന്യാസിക്ക് കൊടുക്കുകയും ചെയ്തു. അറിയാതെ ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ പോലും അതിനും ഒരു ശിക്ഷയുണ്ട് എന്നുള്ള തലത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും അതിന് ശിക്ഷയുണ്ട്, അത് മനസ്സിലാക്കുക. കൈകാലുകൾ കൊണ്ട് ചെയ്യുന്നതല്ല, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ശിക്ഷയെ വിധിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന ഈ തെറ്റും ശിക്ഷ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തിയാണ്, ആ അറിയാതെ ചെയ്ത പ്രവൃത്തിക്കും അതിൻ്റെ ഫലം ദുഷ്കർമ്മത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേ നിങ്ങളെ അട്ട കൊണ്ട് മൂടും എന്ന് ആ സന്യാസി ബ്രാഹ്മണനോട് പറഞ്ഞു. അതിനെന്താണ് പോംവഴി എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, നിനക്ക് വിധവയായ ഒരു മകളുണ്ട്, ആ മകളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഭാര്യയെ പോലെ പ്രവർത്തിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവരോട് പിന്നെ ഓരോ കാര്യങ്ങൾ പറയുകയും അതുപോലെ ചെയ്യിക്കുകയും ചെയ്യുന്നതായിട്ട് നീ കാണിക്കാൻ പറയും, ഷോ മാത്രം കാണിക്കാൻ പറയും. അപ്പം നാട്ടുകാരിത് കണ്ടതിന് ശേഷം പറയും, വേണ്ട മകളെ ഭാര്യയായിട്ട് സ്വീകരിച്ച ഈ ബ്രാഹ്മണൻ ഇവൻ കഷ്ടം തന്നെ, ഇവനൊക്കെ ഇങ്ങനെ തോന്നല്ലോ എന്നുള്ള തലത്തിൽ പറയുമ്പോഴേ നിന്റെ പാവം വീതിച്ച് 100 പേർക്കെങ്കിലും കൊടുത്തു കഴിയുമ്പോൾ നിന്റെ പാപത്തിന്റെ നാശമുണ്ടാവുമെന്ന് പറയും. അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ബ്രാഹ്മണൻ സ്വന്തം മകളെ ഭാര്യയോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ രാവിലെ വെള്ളവും അതുപോലെ കോരിക്കൊണ്ട് വരാനും തനിക്ക് കൊണ്ടുവന്ന് പാല് കഴുകാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മകളെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ തെറ്റിദ്ധരിച്ചിട്ട് മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുക എന്നുള്ള രീതിയിൽ പ്രചാരം ഉണ്ടായി. അത് വൈറലായി. ഇപ്പം സോഷ്യൽ മീഡിയ ഇല്ലെന്നുണ്ടെന്ന്, അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ അന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയലത്തേയാൾ പറഞ്ഞു പിന്നെ ഇങ്ങനെ പറന്നു പോവുകയെന്ന്. ഇപ്പോഴും അതുണ്ടല്ലടത്തും. അങ്ങനെ ഓരോ തലങ്ങളിലേക്കും ഇത് വ്യാപിച്ചു പോയി. അപ്പം ഇയാളെ കാണുന്ന സമയത്തെല്ലാം ഇവർ കാണുന്തോറും പറയുന്നത് മകളെ ഭാര്യയായി വെച്ചിരിക്കുന്ന ബ്രാഹ്മണനാണ്. അങ്ങനെ ഇയാളെ
പാപം വീതിക്കപ്പെട്ടു. ആ വീതിക്കപ്പെട്ട പാപം 100ാമത്തെ ആളിൽ എത്തിച്ചേർന്നത് ഈ പറയുന്ന വ്യക്തിയുടെ പെങ്ങക്കായിരുന്നു. ആ പാക്കനാളുടെ പെങ്ങക്കാണ് എത്തിച്ചേർന്നത്. അപ്പോൾ പറഞ്ഞ അവൾക്കും കിട്ടി. അപ്പോൾ തൻ്റെ പാപം നശിക്കപ്പെട്ടു, മറ്റുള്ളവർക്ക് ആ പാപം വീതിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കഥയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഗുണപാഠം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കഴിവതും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. സത്കർമ്മം ചെയ്തില്ലെങ്കിലും ദുഷ്കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. 100 പ്രാവശ്യം നമ്മൾ ഓരോരുത്തരും പറ്റി കുറ്റം പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പറയും. ഒരല്പം കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പൊടുപ്പും തെങ്ങലും വെച്ച് പറയും. പണ്ട് കൃഷ്ണനെ കള്ളനാക്കിയതുപോലെ. അതായത് ഓരോ വ്യക്തിയെയും കള്ളനാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഒരു കാര്യവും അറിയാതെയാണ് പറഞ്ഞു പോകുന്നത്. ആ പറഞ്ഞു പോകുന്നതിനെല്ലാം അതിന് പിന്നിൽ എന്തായാലും അതൊരു ദുഷ്കർമ്മമായി വന്ന് വിമർശനത്തിന് പാപം ഏൽക്കേണ്ടതായി വരും എന്നുള്ളത് സത്യമാണ്. ഈ പാപം ഏറ്റുകഴിഞ്ഞാൽ ആ പാപത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വഴി ഭഗവത്ഗീത പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീത എത്ര പേര് പഠിക്കുന്നുണ്ട്? പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പ്രവൃത്തിഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന എത്ര പേരുണ്ട്? എത്ര മഹാപാപാതി പാപാനി ഗീത ധ്യാനം കരോചേത് കൊച്ചി സ്പർശം നകുറുവന്തി നളിനീദളം അമ്പുവത്. മഹാപാപിയായിരിക്കുന്ന വ്യക്തിക്ക് പോലും പാപമുക്തനായി പോകാൻ സാധിക്കുമെന്ന് ഗീത പറഞ്ഞിരിക്കുന്നതിന് പിന്നിലെ തത്വം ഇതാണ്. ഗീത പഠിച്ചതിന് ശേഷം ഓരോ വ്യക്തിയും ആ തലത്തിൽ അറിഞ്ഞു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മരണശേഷം മരണത്തിന്റെ തലയിൽ കാൽ വെച്ച് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ അവസാന കാലത്തുണ്ടാകുന്ന വിധി ഓരോരുത്തരും അനുഭവിക്കേണ്ടതായി വരുമെന്ന് മനസ്സിലാക്കുക. കേൾക്കുന്ന ഓരോരുത്തരും എന്നെ കുറ്റം പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കേട്ട് കഴിഞ്ഞതിന് ശേഷം അതിനെ മനസ്സിലാക്കി വ്യക്തമായ ഒരു ധാരണയോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് 2 ലോകത്തും സുഖമായിട്ട്, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷവും സുഖവും സന്തോഷത്തോടു കൂടിയും ജീവിക്കാനും അതുപോലെ തന്നെ മുക്തിബോധത്തിലേക്ക് എത്താനും സാധിക്കുമെന്ന് പറയേണ്ടിയിരിക്കും. നമസ്കാരം.